ആവേശ സിനിമയിലെ രംഗണ്ണനല്ല, കൊല്ലൂർ ചാലിയക്കര ഒപ്പൂഴിയിലെ ജോയണ്ണൻ. എന്ത് സംഭവം? എന്ത് ഇത് മങ്കിക്കണ്ണെന്ന് പറയുന്നത്? മങ്കിക്കൺ കുരങ്ങനെ വെടിവെക്കുന്നത് എങ്ങനെ ഉണ്ടാക്കി? സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണോ? അത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണും, അല്ലാതെ നമുക്ക് വേറെ ഉണ്ടായിരുന്നു. അത് കണ്ടുവച്ചു കടയിൽ പോയി ഈ പൈപ്പ് മേടിച്ചു. എന്നിട്ട് ഈ ലൈറ്റർ നമ്മുടെ ഗ്യാസിന് ഉപയോഗിക്കുന്ന ലൈറ്ററാണ് അത് മറ്റേ പശ വെച്ച് ഒട്ടിക്കതല്ല, എല്ലാം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ എടുത്തിടുക. അത് നമ്മൾ ലാമ്പിനകത്ത് കയറ്റുക. MCL പ്രത്യേകം മേടിക്കണം. അത് മേടിച്ച് സെറ്റ് ചെയ്ത് ഇതിനകത്തും ഒട്ടിക്കണം, പുറത്തും ഒട്ടിക്കണം, ഇളയിപ്പായിരിക്കുക. എന്നിട്ട് ഈ അടപ്പും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഫിറ്റിങ്ങാ. ഇത് PVC പൈപ്പല്ലേ? PVC പൈപ്പ്. കത്തി പോകുന്നില്ല? കത്തതല്ല, ചൂടാവും. അടുപ്പിച്ചടിപ്പിച്ചടിച്ചാൽ പഴുക്കും. എത്ര ഇഞ്ചിന്റെ പൈപ്പാ ഇത്? 2 ഇഞ്ച്. ഇതെന്താ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ തോന്നിയത്? ഇത് ഇവിടെ മൃഗങ്ങളുടെ ശല്യമില്ലേ, ആന, കുരങ്ങ് എല്ലാം ഉണ്ടല്ലോ, കാട്ടുപോത്ത് എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് അതിൻ്റെ സൗണ്ട് കണ്ടുകൊണ്ട് ഇത് വെച്ച് നോക്കിയതാ. ആനയും കുരങ്ങും കാട്ടുപോത്തും എല്ലാം ഓടിയോ? ഓടും, ഇപ്പോഴും ഓടും. പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ടോടെ കേൾക്കുമ്പോൾ പോകും. ഭയങ്കര സൗണ്ടാ? നമ്മുടെ സ്വരവും അതിനറിയാം. പിന്നെ ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് ഒന്ന് കാണിക്കാമോ? പ്രവർത്തിക്കുന്നത് ഒന്ന് കാണിക്കാമോ? നമ്മൾ കാർബൈഡ് ഇടുക. ഇത് അടപ്പ് തുറക്കുക. വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നതിന് കണക്കുണ്ടോ? ഒരു ഒരുപാടായ കുഴവിടാൻ നിൽപ്പും. അടച്ച് എന്നിട്ട് അടയ്ക്കുക. അടച്ച ശേഷം ഇനിയിപ്പം പൊട്ടുവന്നു അടിച്ചാൽ നിറയായി. ജോയിനെ പൊട്ടിക്കാൻ പോവാ. വാ പൊട്ടിക്കാം. പിന്നെ തുമ്പത്ത് തീയും പോകും കേട്ടോ. ഓ ഏറ്റവും ഇതിന്റെ തുമ്പത്ത് നോക്കിയാൽ തീ അടിച്ച് പറയും. ആനയല്ല, അതിന്റെ വലുതുണ്ടേ പോവല്ലേ? എല്ലാം പോകും. ഭയങ്കര സൗണ്ടാണല്ലോ. ഏറ്റവും സൗണ്ടാ. എവിടുന്ന് എങ്ങനെ കിട്ടിയ ഐഡിയ നമ്മൾ കണ്ടു പഠിക്കൂലേ? അതായത് 2 ഇഞ്ചിന്റെയും 4 ഇഞ്ചിന്റെയും പൈപ്പ് വാങ്ങിച്ച് ആ പൈപ്പിനകത്തുനിന്നാണ് ഇത്രയും വലിയ സൗണ്ട് ഉണ്ടായത്. ഒരു ഗ്യാസിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ ലൈറ്റർ ഉപയോഗിച്ച് കാർബൈഡും വെള്ളവും ഒഴിച്ചിട്ടാണ് ഇത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ പ്രദേശത്ത് കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും കുരങ്ങിന്റെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ശല്യമുണ്ട്. ആ അവയിൽ നിന്ന് തങ്ങളുടെ കൃഷിയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തമായി ജോയണ്ണൻ സ്വന്തമായിട്ട് നിർമ്മിച്ച തോക്കാണല്ലേ? നിങ്ങൾക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി കൊടുത്തൂടെ? ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? സൗണ്ട് കേട്ടോണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ബിസിനസ് ആക്കാൻ കൂടിയാണ് പുള്ളി തീരുമാനിച്ചിട്ടുള്ളത്. ஆனால் ഗംഭീരമായിട്ടുണ്ട്. ഇതിന്റെ പേര് മങ്കിക്കൺ എന്നാണ്. ജോയന്റെ സ്വന്തം മങ്കിക്കൺ. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.